പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ദേവരാജ് അമ്പലയിലാണ്. വയനാട്ടിൽ പൂതാടി പഞ്ചായത്തിൽ ഒരു 2 ഏക്കർ സ്ഥലവും നമ്മൾ ആ സ്ഥലത്തിലേക്ക് പോവുകയാണ്. ഇപ്പം നമ്മൾ കാണുന്ന കാലിസ്ഥലം അതിൽ പെട്ടതല്ല, ഇതിൻ്റെ വലതുവശത്താണ്. നമ്മൾ ആ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇപ്പം 2 ഏക്കർ സ്ഥലവും ഒരു പശു ഫാമും, ഇതാണ് നമ്മുടെ സ്ഥലം. 2 ഏക്കർ നല്ല തോട്ടമാണ്. നല്ല കുരുമുളക്, കാപ്പി ഒക്കെയുള്ള നല്ലൊരു തോട്ടമാണ്. 2 ഏക്കർ സ്ഥലം, ഒരു വീട്, നല്ലൊരു വാർപ്പിട്ട വീട്, ഒരു പശു ഫാം. ഇപ്പം നിലവിൽ പശു ഫാം റണ്ണിങ് അല്ല, മൊത്തത്തിൽ വിൽപ്പനയ്ക്കുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ നമ്മൾ കാണുന്ന ആ വീഡിയോയിൽ കാണുന്ന പോലെയുള്ളത് നല്ലൊരു കുരുമുളകും തോട്ടം, ഒരു കുരുമുളകുണ്ട്, കാപ്പിയുണ്ട്, തെങ്ങുണ്ട്, അങ്ങനെ ഒരു സമ്മിശ്ര വിളകളുള്ളൊരു തോട്ടമാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ആ ഒരു ബാക്കി കാഴ്ചകളിലേക്ക് ഇങ്ങനെ പോവാം. ഈ കാണുന്ന നല്ലൊരു തോട്ടം, 2 ഏക്കർ തോട്ടം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മൾ ആ പറമ്പിൻ്റെ ബാക്കി കാഴ്ചകളിലേക്ക് ഇങ്ങനെ പോവാം. നമ്മൾ കണ്ടല്ലോ, നല്ല പുതിയതായിട്ടുള്ള തെങ്ങിൻ തൈകളുണ്ട്, കാപ്പിയുണ്ട്, കുറച്ച് റബ്ബറുണ്ട്, എല്ലാം കൂടി മിക്സഡായിട്ടുള്ളൊരു തോട്ടം. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ ആ ഒരു സ്ഥലം ചെറുതായിട്ട് ഇങ്ങനെ മുകളിലേക്ക് ചെറിയൊരു കയറ്റായിട്ടാണ് കിടക്കുന്നത്. അപ്പുറത്തെ ഭാഗത്തേക്ക് നല്ലൊരു വ്യൂ ഉണ്ട്. ഈ ഒരു തോട്ടത്തിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് എത്തിയാൽ നമുക്ക് നല്ലൊരു വ്യൂവും കിട്ടും. നമുക്ക് ദൂരത്തേക്ക് നല്ലൊരു കാഴ്ചയാണ്. അപ്പോൾ നമുക്കൊരു വില്ല പ്രൊജക്റ്റ്, അങ്ങനെയുള്ളൊരു ഹോം സ്റ്റേ, റിസോർട്ട് ആംബിയൻസിനൊക്കെ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. തോട്ടം നല്ലൊരു വരുമാനമുള്ള തോട്ടമാണ്. കുരുമുളകും കാപ്പിയൊക്കെ നന്നായിട്ട് പുതിയതായിട്ട് വെച്ച് പിടിപ്പിച്ചതും നല്ല തോട്ടമാണുള്ളത്. അപ്പോൾ നമ്മൾ ആ തോട്ടത്തിൻ്റെ കാഴ്ചകളാണ് നമ്മളിവിടെ നിന്ന് കാണുന്നത്. ഇനി വീടും ബാക്കി ഫാമിൻ്റെ വീഡിയോയിലേക്ക് നമ്മൾ ഇതിൻ്റെ തൊട്ട് പുറകെ നമ്മൾ അങ്ങോട്ട് എത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, നല്ലൊരു പുതുതായിട്ട് നട്ട കുറേ കുരുമുളക് തൈകളൊക്കെ നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചകൾ നമുക്കിങ്ങനെ കാണാം. ഇതിൻ്റെ മുകളിലേക്കാണ് ഇങ്ങനെ തോട്ടം കിടക്കുന്നത്. 2 ഏക്കർ തോട്ടം, പുതിയ കവുങ്ങൻ തൈകളൊക്കെ നമുക്കിങ്ങനെ കാണാം. നമുക്കങ്ങനെ മുകളിലേക്കാണ് ഇങ്ങനെ തോട്ടം കിടക്കുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് ആ ഒരു കാഴ്ചകളങ്ങനെ കാണാം. തോട്ടം വിശദമായിട്ടൊന്ന് കാണാം. അപ്പം ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് നമുക്കിനി താഴോട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം. നമ്മൾ ഇതിൽ ധാരാളം തെങ്ങിൻ തൈകളും മാവ്, പ്ലാവ്, അങ്ങനത്തെ തുടങ്ങിയ സംഭവങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ഫലഭൂയിഷ്ടമായ മണ്ണുള്ള നല്ലൊരു തോട്ടമാണിത്. അപ്പോൾ നമുക്ക് ആ ഒരു കാഴ്ചകൾ ഇങ്ങനെ ആ തോട്ടത്തിൻ്റെ ആ ഡീറ്റെയിൽ കണ്ടുകൊണ്ട് നമുക്ക് പോകാം. താഴോട്ടാണ് ബാക്കി ഫാമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. നേരെ മെയിൻ റോഡിൽ നിന്ന്, ടാർ റോഡിൽ നിന്ന് വളരെ അടുത്താണ് ഫാമും കാര്യങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, നമ്മൾ ആ തോട്ടത്തിൽ നിന്ന് മെല്ലെ തോട്ടത്തിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മൾ മെല്ലെ താഴോട്ട് നീങ്ങാം. നമ്മളിപ്പോൾ ഏകദേശം വീടിൻ്റെ ഫാമിൻ്റെ ഭാഗത്തെത്തി. ഇതാണ് പശു ഫാം, നിലവിൽ നടന്നുകൊണ്ടിരുന്ന പശു ഫാമാണ്. ഇപ്പം ചെറിയൊരു ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഉടമ അത് നിർത്തിവെച്ചതുകൊണ്ട് ആ ഒരു ഏരിയ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൽ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതിൻ്റെ അടുത്തുള്ള ഷെഡുകളും കാര്യങ്ങളും, പശു ഫാം, ഇതാണ് പശു ഫാം. നിലവിൽ റണ്ണിങ്ങിലായിരുന്ന പശു ഫാമാണിത്. ഓക്കെ, നല്ല സൗകര്യമുണ്ട്. നല്ല ആവശ്യത്തിനുള്ള വലിപ്പവും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവിധ സൗകര്യങ്ങളും, വെള്ള സൗകര്യമൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. വെള്ളത്തിന് നല്ല സൗകര്യമുണ്ട്, ഇഷ്ടംപോലെ ജലലഭ്യതയുള്ള സ്ഥലമാണ്. ഇതാണ് നമ്മളൊരു വീട്, തൊട്ടിപ്പുറത്ത് തന്നെ ഫാമിൻ്റെ തൊട്ടടുത്ത് തന്നെ വീടുണ്ട്. അപ്പം അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ സൗകര്യമാണ്. അപ്പോൾ ആ വീടിൻ്റെ കാഴ്ചകൾ, നല്ല ഇൻ്റർലോക്കൊക്കെ ഇട്ടിട്ട് നല്ല മുറ്റൊക്കെ ആയിട്ട് നല്ലൊരു വീട്. അപ്പോൾ ആ വീടിൻ്റെ കാഴ്ചകളാണ്. എല്ലാ വാഹനങ്ങളും നമ്മളുണ്ടല്ലോ, വാഹനങ്ങളൊക്കെ പുറച്ചിൽ കിടക്കുന്നുണ്ട്. ഈ കാണുന്ന വീട് നല്ലൊരു വാർപ്പിട്ട നല്ലൊരു വീടാണ്. അപ്പോൾ ഈ വീടും നമ്മൾ നേരെ ടാർ റോഡാണ് മുന്നിൽ കാണുന്നത്. അപ്പം നേരെ ഫ്രണ്ടിലേക്ക് ടാർ റോഡ്, അവിടെ ബോർവെല്ല് കാണുന്നുണ്ട്. ബോർവെല്ലിൻ്റെ പൈപ്പാണ്, ഇഷ്ടംപോലെ വെള്ളമുള്ളൊരു ബോർവെല്ലാണ് നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു വീടും 2 ഏക്കർ സ്ഥലവും ഫാമും കൂടിയാണ് നമ്മൾ മൊത്തത്തിൽ വിൽക്കുന്നത്. അപ്പോൾ ഓക്കെ, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നൊരു ഫാമാണ്. ഇപ്പോഴത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമൊക്കെ നിർത്തിവെച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് വിൽപ്പനയ്ക്കുള്ളത്. ഇത് കേണിച്ചിറ ഭാഗത്താണ്, പൂതാടി പഞ്ചായത്തിലാണുള്ളത്. ഇതിനാവശ്യപ്പെടുന്നത് ഈ 2 ഏക്കർ ഭൂമിയും നല്ലൊരു വാർപ്പ് വീടും ഈ ഫാമും ഒക്കെ കൂടി ആവശ്യപ്പെടുന്നത് 85 ലക്ഷം രൂപയാണ്. അപ്പോൾ 85 ലക്ഷം രൂപയാണ് ഇതിനാവശ്യപ്പെടുന്നത്. നല്ലൊരു വാർപ്പിട്ട വീടാണ്. ഒരു സാധാ ഒരു മോശം വീടല്ല, നല്ല വൃത്തിയുള്ളൊരു വീടാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറായ 94 95 36 57 30 എന്ന നമ്പറിൽ ബന്ധപ്പെടുക, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക. ഇത് നമ്മൾ കണ്ടല്ലോ, നേരെ ടാർ റോഡിൽ നിന്ന് നേരിട്ട് നമുക്ക് ഇൻ്റർലോക്ക് ചെയ്ത വഴിയാണ്. വീട് വരെ എല്ലാ വാഹനങ്ങളും ഈസി ആയിട്ട് എത്തിപ്പെടാൻ പറ്റിയ വഴിയാണ്. അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. അപ്പം നല്ലൊരു, ഇനിയിപ്പോൾ ഒരു വില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് നല്ല വ്യൂ ഉണ്ട്. നേരെ അപ്പുറത്തേക്ക്
വ്യൂ ഉണ്ട്. നേരെ അപ്പുറത്തേക്ക് നല്ലൊരു വ്യൂ ഉള്ളൊരു ഏരിയ ആണ്. കുന്നിൻ മുകൾ ഈ സ്ഥലത്തിൻ്റെ ടോപ്പിൽ നിന്ന് നല്ല കാഴ്ചയാണ് രണ്ട് വശത്തേക്കും. അപ്പോൾ ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ സ്ഥിതി. നമ്മൾ ഒരിക്കൽ കൂടി പറഞ്ഞത് ആവർത്തിക്കുകയാണ്. 2 ഏക്കർ സ്ഥലം, നല്ലൊരു 3 ബെഡ്റൂമുള്ള നല്ലൊരു വാർപ്പിട്ട വീട്, വെള്ളത്തിന് നമ്മളിതാ വലതുവശത്ത് കാണുന്ന ബോർവെല്ലാണ്. എല്ലാ വാഹനങ്ങളും എത്തിച്ചേരും. ഈ കാണുന്ന നല്ലൊരു സൗകര്യമുള്ള ഒരു ഫാം നടത്താനുള്ള എല്ലാവിധ സൗകര്യം, വെള്ളവും വഴിയും കറണ്ടും എല്ലാവിധ സൗകര്യത്തോടു കൂടിയ ഒരു സൗകര്യങ്ങളാണ് ഇതിലുള്ളത്. ഇതാണ് വിൽപ്പനയ്ക്കുള്ളത്. ചോദിക്കുന്നത് മൊത്തത്തിൽ 85 ലക്ഷം രൂപ. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഫോൺ നമ്പറിൽ നിങ്ങൾ വിളിച്ച് ബന്ധപ്പെടുക. നിങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങൾ തരുന്നതാണ്. ഒരു ഫാം അല്ലെങ്കിൽ റിസോർട്ട് പർപ്പസിന് പറ്റിയ 100% പറ്റിയ ഭൂമിയാണിത്. വയനാട് ജില്ലയിൽ പൂതാടി പഞ്ചായത്തിൽ കേണിച്ചിറ ഭാഗത്താണ് ഈ വീടുള്ളത്. അപ്പോൾ ഓക്കെ, ഇതാണ് വീടിൻ്റെ പരിസര ഭാഗങ്ങളൊക്കെ. അത്യാവശ്യം വേണ്ട പല വൃക്ഷങ്ങളും കാര്യങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിലുണ്ട്. മാവ്, പ്ലാവ് അങ്ങനത്തെ തുടങ്ങിയ എല്ലാ സംഭവങ്ങളും ഉണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ഇതാ ഒക്കെ വീട് മുറ്റത്തിന് നല്ലൊരു മാവൊക്കെ ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നല്ലൊരു വീടുമാണ്. അപ്പോൾ ഓക്കെ, നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. എല്ലാവിധ സൗകര്യത്തോടും കൂടി ഒരു ഫാം നടത്താനോ ഒരു ഹോം സ്റ്റേ പരിപാടിക്കോ ഒക്കെ പറ്റിയതാണ്. ഇതാ ബസ് റൂട്ടാണ്. നേരെ സ്കൂൾ ബസ്സുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ ലൈൻ ബസ്സുകളല്ല, സ്കൂൾ ബസ്സുകളൊക്കെ എത്തുന്നൊരു റൂട്ടാണ്. അപ്പോൾ ഓക്കെ, വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഒരു ഫാം ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടുക. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.